നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ കൊച്ചിയിൽ എവിടെ നോക്കിയാലും ഈ നിറമുള്ള വാഹനങ്ങൾ ഓടിപ്പോകുന്ന കാണാം. പച്ച നിറത്തിൽ സൈഡിൽ ഹൗൺ മൊബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ഇലക്ട്രിക് കാർ എന്നെഴുതിയ വാഹനങ്ങളാണത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണ് സംഭവം. കാരണം ഏതോ ഒരു ടാക്സി സർവീസാണോ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും IT കമ്പനിയുടെ വാഹനങ്ങളാണോ എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാലും അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴിയൊക്കെ വിളിക്കാവുന്ന ഒരു ടാക്സി സർവീസ് കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഹൗണ്ട് മൊബിലിറ്റിയുടെ ഒരു വാഹനം വിളിച്ചത്. സർവീസൊക്കെ വളരെ നല്ലതാണെന്ന് തോന്നി. തന്നെയല്ല, ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവേ നമ്മൾ ടാക്സിയായിട്ട് അങ്ങനെ കാണുന്നുമില്ല. അപ്പോൾ ഞാൻ ആ ടാക്സിയുമായിട്ട് വന്ന ആളോട് ചോദിച്ചു എന്താണ് ഇത്, ആരുടെയാണ് ഈ സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ നമ്പരൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ആ രണ്ട് ചെറുപ്പക്കാരെ, ഇതിൻ്റെ സാരഥികളായ രണ്ട് ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ആരോമൽ, മറ്റൊന്ന് ഗോകുൽദാസ്. അപ്പോൾ ഈ രണ്ടുപേരാണ് ഈ ഫ്ലീറ്റിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ ടാക്സി ഫ്ലീറ്റിലൊന്നും കാണാറില്ല. അപ്പോൾ എന്താണ് ഇവരുടെ ബിസിനസ് മോഡ്, എന്താണ് ഇവരുടെ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അത്തരം പല കാര്യങ്ങളും ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു സസ്റ്റൈനബിൾ ഒരു ജീവിതം ആണ് നിങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. കാരണം ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതെന്താണ് ശരിക്കും ഈ ഹൗൺ മൊബിലിറ്റി? ഹൗൺ മൊബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ടാക്സി സർവീസ് തന്നെയാണ്. ബട്ട് ഒരു കുറച്ചുകൂടി EV മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, ഞങ്ങൾ EV ടാക്സീസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ EV മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള, ഒരു ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഫോക്കസ് ചെയ്തിട്ടുള്ള, ഒരു കുറച്ച് ടെക് ബാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാക്സി സർവീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 5 വണ്ടി വെച്ചിട്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 30 വണ്ടിയുണ്ട്. 30 വണ്ടിയുണ്ട്. അടുത്ത ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത കുറച്ചുകൂടി വെഹിക്കിൾസ് ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇപ്പോ മേജർലി ഇൻഫോ പാർക്കിലാണ് നമ്മള് ക്ലയൻസ് വരുന്നത്. B2Bയിലാണ് നമ്മൾ സെഗ്മെന്റ്. നമ്മൾ B2C സെഗ്മെന്റിലേക്ക് മെല്ലെ ലോഞ്ച് ചെയ്ത് തുടങ്ങിയുള്ളൂ. ആ സമയത്താണ് വൈചേട്ടൻ ഇത് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ B2B എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ IT കമ്പനികൾക്ക് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. IT കമ്പനികളുടെ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലും ഓടുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതായിരുന്നു ഞങ്ങൾക്ക് ഒരു തുടക്കം കിട്ടിയത്. കാരണം ഇൻഫോ പാർക്കിലൊക്കെ കമ്പനീസിന് EV മാൻഡേറ്റ് ആയി, ലൈക്ക് EV വേണം അവരുടെ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ള ടാക്സിക്കാരിൽ EV, കാരണം EV പലർക്കും ഒരു പുതിയൊരു കാര്യമാണല്ലോ. അവർക്ക് ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ റേഞ്ചിനെ പറ്റിയോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ അവരുടെ ടെൻഷൻ ഇതിന്റെ റീസെയിൽ വാല്യൂവിനെ പറ്റിയാണ്. അപ്പം അവർക്ക് മെയിൻലി കാശ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ്, ഇത്ര ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അവരത് സെല്ല് ചെയ്തിട്ട് പുതിയ വണ്ടി എടുക്കുന്ന, അങ്ങനെയാണ് അവർ മെയിൻലി കാശ് ഉണ്ടാകും. അപ്പം അവർക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. കാരണം ഇവിടെ ഒരുപാട് EV അഡോപ്ഷൻ വളരെ കുറഞ്ഞു. നമ്മുടെ ഓൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു EV ടാക്സി കമ്പനി ഉണ്ട്. അപ്പം അതിന്റെ ഇടയിൽ കേരളത്തിൽ മാത്രം ആരുമില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു കേരളത്തിലെ ഫുള്ളി EV ആദ്യത്തെ ടാക്സി ഫ്ലീറ്റ് ആണ് ഞങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് EV ടാക്സി ഫ്ലീറ്റുമാണ് ഞങ്ങൾ. ശരി. ഇപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിട്രോൺ ആണ്, ഈ C3 ഉണ്ട്. പിന്നെ മുഴുവൻ അതാണല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സിട്രോൺ വെഹിക്കിൾസ് ആണ് കൂടുതലുള്ളത്. പിന്നെ MPV സെഗ്മെന്റിലുള്ള വെഹിക്കിൾസും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ZSUV ഉണ്ട് SUV സെഗ്മെന്റിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഈ EVകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് ആങ്സൈറ്റി, ചാർജിങ്ങിന്റെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ടാക്സി ആയിട്ട് ഓടുമ്പോൾ ഇതെല്ലാം കൂടുതൽ പ്രശ്നങ്ങളല്ലേ? കുറേ പ്രശ്നങ്ങൾ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ റിലേ ചെയ്യുന്നത് പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകളിലാണ്. പിന്നെ ഞങ്ങൾ സ്ലോ ചാർജിങ്, ഞങ്ങളുടെ ഹബ്ബിൽ സ്ലോ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു വെഹിക്കിൾ 200, ഇപ്പം സിട്രോൺ എടുക്കുകയാണെങ്കിൽ ഇത് 200 കിലോമീറ്ററിന് മേലെ റേഞ്ച് ഉണ്ട്. അപ്പം നമ്മളൊരു 100-150 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 1 hour ബ്രേക്ക് ഡ്രൈവറിന് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ചാർജിങ് ചെയ്യുന്നതാണ്. നമ്മൾ ലോങ് പോകുന്ന എന്തെങ്കിലും ട്രിപ്പ് വരികയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യും. നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഇപ്പം ഞങ്ങൾക്കൊരു ട്രിപ്പ്, ചെന്നൈക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിയെടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എവരി 300 കിലോമീറ്റർ ഞങ്ങൾക്ക് എന്തായാലും ചാർജ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് തരണം എന്ന് പറഞ്ഞാൽ. ഹീ സെഡ് ഓക്കെ ഫൈൻ. കാരണം 300 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ലൈക്ക് ഒന്ന് നിവർത്തണമല്ലോ എന്തായാലും. അപ്പോൾ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ടാക്സികളുടെ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് വാഹനത്തിൻ്റെ റേറ്റ് എങ്ങനെയാണ് കിലോമീറ്ററിന്? ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒരു പ്രീമിയം സർവീസ് ആയിട്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ചേട്ടാ ബുക്ക് ചെയ്തതിൽ റേറ്റ് മനസ്സിലായിട്ടുണ്ടാവും. യൂറോനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി, അതായത് നമ്മൾ ഇപ്പൊ സിട്രോൺ എന്ന് പറയുന്ന വെഹിക്കിളിന്റെ റേറ്റ് അറിയാലോ, 10-14 ലക്ഷം രൂപ വിലയുള്ള വെഹിക്കിളാണ്. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ ഒരു 7 ലക്ഷം 8 ലക്ഷം വിലയുള്ള ഒരു ടാക്സി ആയിട്ട് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ മേലെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു വിലയിലുള്ള മറ്റ് ടാക്സികളെ കമ്പയർ ചെയ്ത് അതിന്റെ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ വരുന്നത്. അപ്പൊ നമുക്ക് ബുക്കിംഗ് കറക്റ്റ് അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ റേറ്റ് കറക്റ്റ് അറിയാം. ഒരുപാട് വലിയ പ്രീമിയം സർവീസ്, പ്രീമിയം റേറ്റ്സ് ഒന്നും ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല. പിന്നെ എക്സ്ട്രാ അമ്യൂണിറ്റീസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വണ്ടിക്കകത്താണെങ്കിൽ മാസ്ക്, മാഗസിൻ,
വാട്ടർ അങ്ങനെയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ചേട്ടൻ കണ്ടാലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൈൽഡ് സീറ്റ് നമ്മൾ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെറ്റ്സിന് വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് പോവാം. വെബ്സൈറ്റിൽ ആഡ് ചെയ്തു. അതെല്ലാം എക്സ്ട്രാ പേയബിൾ ആണ്, ബട്ട് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈവൻ പെറ്റ്സിനെ വരെ നമ്മൾ അലോ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം വെച്ചാൽ ഇലക്ട്രിക് വാഹനമാകുമ്പോൾ നമുക്ക് കുറേ കംഫർട്ടബിൾ ആണ്, യാത്ര കംഫർട്ടബിൾ ആണ്, വളരെ സൈലന്റ് ആയിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ വെബ്സൈറ്റ് മാത്രമേ നിങ്ങളുടെ കണ്ടുള്ളൂ, അതായത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം നിങ്ങളുടെ ഒരു വണ്ടി വരണമെങ്കിൽ. അല്ലാതെ നമ്മളിപ്പം മറ്റ് ചില ടാക്സി സർവീസ് പോലെ ആപ്പിൽ അപ്പം തന്നെ വിളിക്കുന്നു വരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബിസിനസ് മോഡൽ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. നേരെ നമ്മൾ റൈഡ് ഹെയിലിംഗ് എന്ന് പറയുന്ന, ചേട്ടൻ പറഞ്ഞ വിളിച്ച അപ്പം തന്നെ വരുന്നതിന് റൈഡ് ഹെയിലിംഗ് മോഡൽ എന്നാണ് പറയുന്നത്. ആ ഒരു മോഡലിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഓൺ ഡിമാൻഡ് ടാക്സി സർവീസ് മോഡലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത ട്രിപ്പുകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എടുക്കാനായിട്ട്. ലൈക്ക് ഭാവിയിലും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ. ഇപ്പം റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം കാരണം ഓൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഫോളോ അപ്പ് ചെയ്യുന്നല്ലോ, ബ്ലൂ സ്മാർട്ട് എന്ന് പറയുന്ന ഇതിന്റെ വലിയൊരു എന്താ പറയാ വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു. ഒരു 9000 EVക്ക് മേലുണ്ടായിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിലായിരുന്നു. റൈഡ് ഹെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് യൂബറിനോടും ഒലയോടും അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോംസിനോടാണ്. അപ്പം അതിനുള്ളൊരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഫണ്ടിങ്ങോ എന്തായാലും ഈ കൊച്ചി കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചി കിടക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരാൾക്ക് വൃത്തിയുള്ള വണ്ടിയും നല്ല വെൽ മാനേർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറും. കാരണം ആൾക്കാർ അതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മളൊരു നല്ലൊരു കാര്യത്തിനായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും. അപ്പം നമ്മൾ അത്രയും ഡ്രസ്സപ്പ് ചെയ്ത് വന്നിരിക്കുമ്പോൾ വണ്ടി ഒരു വളരെ നാറ്റവും മണമുള്ള ഒരു വണ്ടിയും അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത വണ്ടിയും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ കംഫർട്ട് ഇല്ലാത്ത, ലൈക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ കുണ്ടും കൊഴി അറിയാമല്ലേ, അതിനിടയിൽ ആ ഒരു വണ്ടിയുടെയും കൂടെ ഷോക്കും കൂടെ പോയ വണ്ടിയൊക്കെ ആണെങ്കിൽ അപ്പൊ അതിൻ്റെതായ ഒരു കംഫർട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അതിന് പകരം നമ്മൾ വളരെ കംഫർട്ടബിൾ ആയില്ല. സസ്പെൻഷൻ ഇപ്പം സിട്രോൺ എടുക്കുകയാണെങ്കിൽ ചെന്നറിയില്ല, സിട്രോണിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും വേൾഡ് ക്ലാസ് സസ്പെൻഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കംഫർട്ട് കംപ്ലീറ്റ് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ സിട്രോണിലെ ട്രാവൽ. അതാണ് നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൂട്ട് സ്പേസ്, ഇപ്പോൾ ഉള്ള ടാക്സികൾ എടുക്കുകയാണെങ്കിൽ എല്ലാം CNG കൺവേർട്ട് ചെയ്തത് കാരണം ഡിക്കി ഇല്ല. ഡിക്കി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പം മൊത്തത്തിൽ പോയി. അപ്പം ബൂട്ട് സ്പേസ് കൊടുക്കുക മാക്സിമം. അപ്പം ലഗേജ് സ്പേസിനാണെങ്കിലും കാര്യങ്ങൾക്കും അത് അവൈലബിൾ ആക്കുക. പിന്നെ ടൈംലി പിക്കപ്പ്. ഞങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഷെഡ്യൂളിന്റെ ടൈം അതിനേക്കാളും ഒരു 15 മിനിറ്റ് മുമ്പ് ഞങ്ങളവിടെ ഉണ്ടാവും. നിങ്ങളിപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ ചേട്ടൻ റിട്ടേൺ ബുക്ക് ചെയ്താൽ അറിയാം. ഞങ്ങൾ ഫ്ലൈറ്റ് നമ്പർ മാത്രം തന്നാൽ മതി, വണ്ടി എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് എത്തുന്നതിന് മുമ്പ് ഞങ്ങളവിടെ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 9000 വണ്ടികൾ ഉണ്ടായിരുന്ന ഒരു കമ്പനി പ്രശ്നം ഒക്കെ സംഭവിച്ച് നിന്ന് പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടും? കാഴ്ച കണ്ടിട്ടല്ല, ഞങ്ങൾ തുടങ്ങിയ ശേഷമാണ് ആ കാഴ്ച വന്നത്. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതിന് മുമ്പ്? ഇതിന് മുന്നേ ഞങ്ങളൊരു EV ഫീൽഡിൽ തന്നെ ആയിരുന്നു. ഞങ്ങളൊരു ഇലക്ട്രിക് ബൈക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ബൈച്ചേട്ടന്റെ റാപ്പിഡ് ഫയറിൽ വന്നിട്ടുണ്ട് അന്ന്. പിന്നെ ഞാനൊരു ഇലക്ട്രിക് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്, അവാൾട്ട്, അതും ബൈച്ചേട്ടൻ അറിയാം. അതിൽ അവിടെ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലൊരു 2-3 ലൈക്ക് ഇത് മുന്നേ ഒരു 1-2 വർഷം മുന്നേ ആയിട്ട് തന്നെ EV ഫീൽഡിൽ തന്നെ ആയിരുന്നു. അപ്പം ഇത് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഇത് കറക്റ്റ് പറഞ്ഞ ബൈച്ചേട്ടാ, ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഇവന്റിന് പോയി കഴിഞ്ഞ ജാനുവരി 2024 ജാനുവരിയിൽ ബാംഗ്ലൂർ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചു, യൂബർ ടാക്സി വിളിച്ചു. അപ്പം വണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ പുള്ളി പാൻ പരാക്കും ചോദിച്ച് ഗ്ലാസും തുറന്നിട്ട് AC ഇടൂല. അപ്പം നമുക്കത് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു കപ്പിളിൻ്റെ അടുത്ത്, ലൈക്ക് നമ്മുടെ പോലെ തന്നെ ഒരു പരിപാടിക്ക് വന്നൊരു കപ്പിളിൻ്റെ അടുത്തിനെ പറ്റി പറയും. പുള്ളി ചോദിച്ചു, നിങ്ങൾ എന്താ ബ്ലൂ ട്രൈ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ ബ്ലൂ അതെന്താ സാധനം, ഞങ്ങൾക്ക് കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഈവനിങ് ഞങ്ങൾ ഒരു ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ ഈ ബ്ലൂ സ്മാർട്ട് എന്നുള്ളതിനെ പറ്റി ട്രൈ ചെയ്തു. കംപ്ലീറ്റ്ലി വേറെ എക്സ്പീരിയൻസ്. വന്നത് ZSEV ആയിരുന്നു. ഡ്രൈവർ ആണെങ്കിൽ വന്ന് ഡോറൊക്കെ തുറന്നിരുന്നു. അപ്പം നമുക്കൊരു രാജകീയമായ ഒരു ഇൻവൈറ്റ്, കാരണം രാവിലെ കിട്ടിയതും വൈകുന്നേരം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ആലോചിച്ചു, എന്താ നമുക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലൊരെണ്ണം എന്തുകൊണ്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് വേണ്ടേ. ഇപ്പം വലിയ ടാക്സി സർവീസുകളുണ്ട്. ഇപ്പം 5 സ്റ്റാർ ഹോട്ടൽസ് ഫോക്കസ് ചെയ്ത് വരുന്ന ടാക്സി സർവീസുകൾ ശരിയായിട്ട് ഡ്രൈവർ വന്ന് ഡോർ തുറന്നു വരും, ലഗേജ് എടുത്ത് വയ്ക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക്, ഒരു സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ടാക്സി സർവീസ് ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു ടാക്സി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവയ്ക്ക് മേലോട്ട്, അതിന് തൊട്ട് താഴെ എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ഡിസയർ, ആ ഒരു കാറ്റഗറി. ഇതിനിടയിലുള്ള ഒരു മാർക്കറ്റ് ഗ്യാപ്പാണ് ഞങ്ങൾ ഫില്ല് ചെയ്തത്. അപ്പൊ അവരോട്ട് ബുദ്ധിമുട്ടിക്കാനും പോകുന്നില്ല, എവരോട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ ഇതിനിടയിലാണ് ഞങ്ങളെ പ്ലേസ് ഞങ്ങൾ ഇതിനിടയിൽ നിന്ന് പോയിക്കോളാം. എന്തൊക്കെ പറഞ്ഞാൽ EVകളൊരു ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ദൂരം താണ്ടുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ എത്ര ദൂരം വരെ എനിക്ക് ഹൗണ്ടിന്റെ വാഹനം വിളിക്കാൻ പറ്റും? ഞങ്ങൾ ഇപ്പോൾ ഓൾ കേരള ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു ചെന്നൈ റിക്വസ്റ്റ് വന്നു, അത് ഞങ്ങൾ എടുത്തു. കസ്റ്റമർ ചാർജ് ചെയ്യാനുള്ള അവർക്ക് അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ എവിടെ വരെ വേണോ എടുക്കാൻ റെഡിയാണ്. നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും കാണിക്കില്ല നമുക്ക്. കാരണം ചാർജിങ് ആണ് നമ്മുടെ ഒരു മേജർ
ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പം അതിലിപ്പോൾ കസ്റ്റമർ ഓക്കെ ആണ്, ഒരു 45 മിനിറ്റ്സ് 1 hour അവർ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർ നമുക്ക് എന്തായാലും നമുക്ക് ഒരു സൗത്ത് ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രിപ്സ് എടുക്കാൻ പറ്റും. ബുദ്ധിമുട്ടില്ല, നമുക്ക് 300 കിലോമീറ്റർ വരെ ഓൾറെഡി പോകാൻ പറ്റും. അത്തരം വണ്ടികളും ഉണ്ടല്ലോ MPV കാറ്റഗറിയിലുള്ള വെഹിക്കിൾസ് ഉണ്ട്. അതുപോലെ ഇപ്പം 30 വണ്ടികളെ ഉള്ളൂ നമുക്ക്. അതെ, എന്ന് പറയുമ്പോൾ കുറേ IT കമ്പനികൾക്ക് കോൺട്രാക്ട് ഉണ്ട്. ബാക്കിയല്ലേ നിങ്ങൾക്ക് ടാക്സി സെഗ്മെന്റിലേക്ക് പോകാൻ പറ്റൂ? ഞങ്ങൾക്ക് അതാണിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ തുടക്ക സമയത്ത് 5 വണ്ടിയായിട്ടാണ് തുടങ്ങിയത്. അപ്പം നമുക്ക് ആകെ നമ്മളുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിലെ കമ്പനികളിൽ അറ്റാച്ച് ചെയ്യായിരുന്നു. അപ്പം നമുക്ക് മറ്റേ അവസാനത്തെ കുറച്ച് ട്രിപ്പുകൾ കിട്ടുന്നതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 5-ൽ നിന്ന് വലിയൊരു സ്റ്റെപ്പാണ് 30ലേക്ക് എടുത്ത് ഒറ്റ ചാട്ടം ചാടി. വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഫിനാൻഷ്യലേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഇവിടെ നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടി. ഇപ്പം ഹൗൺ മൊബിലിറ്റിയുടെ HMന്റെ വണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. HMന്റെ വണ്ടി എല്ലാവർക്കും അറിയാം, HMന്റെ വണ്ടി എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ സേഫ്റ്റി കൺസേൺസ് മെയിൻലി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഡ്രൈവേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവേഴ്സ് എല്ലാം നമ്മൾ സാലറീഡ് ഡ്രൈവേഴ്സ് ആണ്. കമ്മീഷൻ ബേസ്ഡ് ഡ്രൈവേഴ്സേ ഞങ്ങൾക്കില്ല, എല്ലാവരും സാലറീഡ് ആണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഏജ് കാറ്റഗറി ആണെങ്കിൽ ഒരു 24 years to 30 yearsനുള്ള പിള്ളേരെയാണ് എടുക്കുന്നത്. അപ്പം അവരെ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള അത്യാവശ്യം മാനേർഡ് ആയിട്ടുള്ള നല്ല മാനേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ലൈക്ക് ഈ സപ്ലി അടിച്ചോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം തൽക്കാലം നോക്കുന്നോ എല്ലാവരും ഈ 6 മാസം 3 മാസം നിന്നിട്ട് പോകാൻ തന്നെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെയുള്ള സപ്ലിക്കാരെ അവമാനിച്ചോ? അയ്യോ, എനിക്ക് സപ്ലൈ ഇഷ്ടം പോലെ അപ്പം അങ്ങനെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ലൈക്ക് പാർട്ട് ടൈം ആയിട്ട് വരുന്നവർ തന്നെയാണ് കൂടുതൽ. അപ്പം നമ്മൾ അവരെന്താ ഉപയോഗം എന്ന് വെച്ചാൽ അവർ ഒരു ഒരുപാട് മോശമായിട്ടൊന്നും ബിഹേവിങ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നമ്മൾ അവരെ മാനേഴ്സ് ആണെങ്കിലും കാര്യങ്ങൾ, പിന്നെ നമ്മുടേതായ ഒരു ഇനിഷ്യലി ഒരു ഇൻഡക്ഷൻ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ എന്താണ് സംവിധാനം? ഞങ്ങൾക്ക് ഡ്രൈവേഴ്സിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ വണ്ടികളിലെല്ലാം ഡാഷ് ക്യാംസ് ഉണ്ട്. സാധാ ഡാഷ് ക്യാംസ് അല്ല, ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് കോഷിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ AI പവേർഡ് ആയിട്ടുള്ള ഡാഷ് ക്യാംസ് ആണ് വെഹിക്കിളിനകത്തിരുന്ന് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചാൽ, ഡ്രൈവർ ഉറങ്ങിയാൽ, ഡ്രൈവർ സ്മോക്ക് ചെയ്താൽ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ, ഓവർ സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിയൽ ടൈം ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വെഹിക്കിൾസിലേക്ക് പിന്നെ നോക്കിയാനത്തോട്ടിപ്പുണ്ട്. അപ്പം നമുക്ക് ഡ്രൈവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ പാസഞ്ചേഴ്സിന് ഉണ്ടാവരുത് എന്നുള്ള ഇതിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടുണ്ടായിരുന്നു. റിയൽ ടൈം നമുക്ക് നമ്മുടെ കൺട്രോൾ സെല്ലിൽ കാണാൻ പറ്റും. ഒരു ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനും ആ സമയത്ത് വീഡിയോ പ്രൂഫും കൂടി, അതായത് ആ ഒരു 10 seconds അല്ലെ 20 seconds വീഡിയോയോട് കൂടിയാണ് നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇതൊരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണോ, റഷ് ഡ്രൈവ് ചെയ്താണോ. അതുപോലെ ഇപ്പുറത്തെ ബാക്ക് എൻഡിൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ യൂസ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, വിത്ത് വീഡിയോ ആണ് വരുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടോ സ്ഥിരമായി ഇതൊക്കെ ചെയ്യുന്ന ഡ്രൈവേഴ്സിന്? ഒരാളെ മാത്രമേ ഞങ്ങൾ, ബാക്കി എല്ലാവരും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി. ബാക്കി എല്ലാവരും പിന്നെ സ്വയം തിരുത്തി അല്ലേ? അതും അങ്ങനെ അവൻ മാനേഡ് അല്ലാത്തോണ്ടല്ല, അവൻ പേഴ്സണൽ കോൾ ആയിരുന്നു അപ്പൊ വിളിച്ചോണ്ടിരുന്നത്. അപ്പം അത് ഞങ്ങൾ എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ എന്റെ ഇഷ്ടമല്ലേന്ന് വെച്ചു. അങ്ങനെ സംസാരിക്കുന്നവരെ നമ്മൾ നിർത്തിയില്ല. ബാക്കി വേറെ ആരും ഇതുവരെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഇതിനെല്ലാം ഫൈൻ കൊടുക്കും, ലൈക്ക് പെനാൽറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കുന്നത് തെറ്റില്ലേ, വീഡിയോ അടിക്കുന്നത് ഞങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ 30 വണ്ടികളാണ് നിങ്ങളിലുള്ളത്. ഇതിന് ഇനി എപ്പോഴത്തേക്ക് വളരണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ ഇത് വളരേണ്ടതാണ് തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡ് എന്താണ്? കാരണം എനിക്കറിയാം നിങ്ങളിപ്പോൾ അത്ര വലിയ സാമ്പത്തികമുള്ള വലിയ കുടുംബങ്ങളൊന്നുമല്ല. അപ്പോൾ എന്താണ് നിങ്ങളൊരു ഇനി മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി? നമ്മൾക്കിപ്പോൾ ഞങ്ങൾ അടുത്തൊരു 50 വണ്ടിയുടെയും കൂടെ കോൺട്രാക്ട് ഓൾറെഡി ഇൻഫോ പാർക്കിൽ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വർഷം തന്നെ നമ്മളൊരു 100 വണ്ടി എന്നുള്ള ടാർഗറ്റിലേക്കും അടുത്ത മാർച്ച് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിലേക്ക് ഒരു 200 വെഹിക്കിൾസ് എന്നുള്ള ടാർഗറ്റിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആസ് എ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇൻഡിവിജ്വൽസിൽ നിന്ന് വെഹിക്കിൾസ് എടുത്തു തരാനുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബാക്കിംഗ് ഇല്ലാതെ തുടങ്ങിയതാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്തത് EVM ആണ്. EVM ആണ് നമുക്ക് വെഹിക്കിൾസ് എല്ലാം സപ്പോർട്ട് ചെയ്ത് തന്നത്. ഞങ്ങളെ വിശ്വസിച്ച് ആദ്യം വണ്ടി തന്നത് EVM ആണ്. ആണല്ലേ? 30 വണ്ടി EVMന്റെ. അടിപൊളി. അത് ശരി. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇത്രയധികം ഒരു ഫ്ലീറ്റ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിക്കൂടാ? കാരണം നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും ആവശ്യം ഞങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രോസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ വരുന്ന ഒരു ട്രയാങ്കിൾ ആണ്. കറക്റ്റ് പറഞ്ഞാൽ ചാർജിങ്, എനർജി പ്രൊഡക്ഷൻ, വെഹിക്കിൾ എന്നുള്ളൊരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഒരു യൂണിറ്റ് കറണ്ട് വാങ്ങുന്നത് 25 രൂപയ്ക്കാണ്. ഇത് KSEBയിൽ നിന്ന് 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ കിട്ടേണ്ടതാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ളൊരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. ഇത് ഒരു സോളാർ വയ്ക്കുകയാണെങ്കിൽ ഇത് 0 എന്ന് പറഞ്ഞൊരു കോസ്റ്റിലേക്ക് മാറും. അപ്പം
ബൈച്ചേട്ടൻ അറിയാം, ഒരു ആവറേജ് ഒരു EV എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കറണ്ടിൽ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെയാണ് ഓടുന്നത്. അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് 5 രൂപയാണ് ഒരു കിലോമീറ്ററിൽ എക്സ്പെൻസ് വരുന്നത് ഇപ്പോൾ. കാരണം ഞങ്ങൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട്. അത് നാളെ നമ്മുടെ ഓൺ ചാർജിങ് സ്റ്റേഷനിലേക്കും ഓൺ എനർജി പ്രൊഡക്ഷനിലേക്കും വരുമ്പോൾ ഈ പെർ കിലോമീറ്റർ 5 രൂപ കോസ്റ്റ് എന്നുള്ളത് കുറയും. അത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പ്രോഫിറ്റ് ആയിട്ടോ എടുക്കാൻ പറ്റും. അപ്പം ഒരു ലോങ് ടേമിലാണ് ഇതിന്റെ പ്രോഫിറ്റ് റിലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പെൻസും CNG വണ്ടിയുടെ എക്സ്പെൻസും ഏതാണ്ട് അതെ ശരിയാണ്. പെട്രോൾ ആകുമ്പോഴത്തേക്കും 10 രൂപയാകും ഒരു കിലോമീറ്ററിന്. അതെ, നിങ്ങൾക്ക് 4 രൂപ 5 രൂപ തന്നെയാണ് ആവുന്നത്. വണ്ടി വിലയിൽ നമുക്ക് ആ എക്സ്ട്രാ എക്സ്പെൻസ് കയറി വരും. അല്ല അതുകൊണ്ട്, കാരണം 10 ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ വണ്ടി വേണമെങ്കിൽ വാങ്ങിച്ച് ടാക്സി ഓടിക്കാം. പക്ഷേ ഇത് 15 കുറഞ്ഞ ഒരു വണ്ടിയും ഇല്ല. അത്യാവശ്യം ഓടുന്ന നമ്മുടെ ബേസിക് വരുന്നത് ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 13 ലക്ഷം രൂപ വരും. പെട്രോൾ ആകുമ്പോൾ ഏകദേശം സെയിം തന്നെ വരും. താഴെയുള്ള EV-കളൊന്നും തന്നെ ടാക്സി കൊടുക്കുന്നുമില്ല. ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കേരളത്തിൽ ആദ്യമായിട്ട് EV ടാക്സി തുടങ്ങിയ ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, അധികാരികളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ജനങ്ങളാണെങ്കിൽ തന്നെ? ഇവിടെ അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തില്ല. നമ്മുടെ വണ്ടികൾ അത്യാവശ്യം നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം, നമ്മളിപ്പോൾ കൊച്ചി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കൊച്ചിയിൽ അത്യാവശ്യം വണ്ടികൾ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ പലരും വഴിയും നിങ്ങളുടെ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പം കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വേറെ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനോ വേറെ അവരുടെ സൈഡിൽ നിന്ന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആണെങ്കിലും എല്ലാം പ്രോപ്പർലി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ? കാരണം നിങ്ങൾ ഇത്ര വണ്ടികൾ ഓടിക്കുന്നു, എല്ലാ EV-കളാണ്, എന്തെങ്കിലും ചർച്ച? ഇല്ല, അങ്ങനെ നമ്മളിപ്പം നമ്മുടേതായ ഒരു ചാർജിങ് സ്റ്റേഷൻ, നമ്മുടെ ചാർജിങ് സ്റ്റേഷന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ചാർജിങ് സ്റ്റേഷനാണ്. വണ്ടി നാളെ രാവിലെ 1000 വണ്ടി വേണേലും ഫണ്ട് ഉണ്ടെങ്കിൽ ഇറക്കാം. പക്ഷേ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തുടങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെതായ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ ഒരു 3 ചാർജിങ് ഹബ്ബുകളാണ്. ഒരു 1 മെഗാവാട്ടിന്റെ അറ്റ് ദ സെയിം ടൈം ഒരു 50 വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഹബ്ബുകൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ മാക്സിമം വെഹിക്കിൾസ് ഇൻപുട്ട് ചെയ്യുക. കാരണം ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇവിടെ ഞങ്ങള് എന്താ പറയുക, മറ്റേ സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ല, വലിയ മാർക്കറ്റ് നിങ്ങൾ പക്ഷേ ഏർലി ബേർഡ്സ് ആണ്. അതെ, കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ടാവും. ആദ്യമായി ഈ ഒരു രംഗത്ത് വരുന്നവർ എന്നാലും എനിക്ക് വന്നത്, ഇപ്പം നമ്മളിപ്പോൾ വെളിയിലൊക്കെ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിളിച്ചാൽ EV-യാണ് വരുന്നത്. സംശയമില്ല, മിക്കവാറും വരുന്ന EV തന്നെ. കംഫർട്ടാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഒരാളെ സംബന്ധിച്ച്, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, ഇപ്പം ഇൻഫോ പാർക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാർബൺ ന്യൂട്രലൈസേഷൻ, അവർക്ക് ESG ഗോൾസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് EV പ്രൊമോട്ട് ചെയ്യണം. അതൊരു അവരുടെ സെഗ്മെന്റ്. പക്ഷെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടാക്സി വിളിക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് പോകാനും നമുക്ക് ആ കൊടുക്കുന്ന കാശിനുള്ള ഒരു കംഫർട്ട് നമുക്ക് കിട്ടണമല്ലോ. ഇപ്പം സ്വന്തം വണ്ടി ഇല്ലാത്ത ആരുമില്ല. അവർ ടാക്സി വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വണ്ടി സർവീസിന് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറൊരാൾ വണ്ടി എടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആ സ്വന്തം വണ്ടിയിൽ കിട്ടുന്ന ഒരു കംഫർട്ട് എന്തായാലും അവർ ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം, അതുകൊണ്ടാണ് ഞങ്ങൾ വെഹിക്കിൾസ് എടുക്കുമ്പോഴും ഞങ്ങൾ എല്ലാ വണ്ടികളും ഒരു ബേസ് വേരിയന്റ് അല്ല, ഒരു ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉള്ള വെഹിക്കിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് ആണെങ്കിലും അവരുടെ യൂണിഫോംസ് ആണെങ്കിലും എല്ലാം ഞങ്ങള് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒന്നും വണ്ടി കൊടുത്തിട്ട് ഓടിച്ചതെന്നല്ല നമ്മൾ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ഫ്ലീറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നമ്മുടെ അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി എടുക്കുമ്പോൾ തൊട്ട് നമ്മൾ ആ ഡ്രൈവർ നമ്മൾ മോണിറ്ററിംഗിലാണ്. ആ വണ്ടി എപ്പോൾ എടുത്തു, എത്ര പെർസെന്റേജ് ചാർജ് ഉണ്ട്, എവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത്, ഏത് ട്രിപ്പിലാണ്. നമ്മുടെ വണ്ടികൾ യൂബറിലുണ്ട്, കമ്പനി ട്രിപ്സ് ഉണ്ട്, ഓൺ കോൾ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ബാക്ക് എൻഡിൽ അറിയാവുന്ന രീതിയിൽ നമ്മൾ സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പ്ലസ് ക്യാമറാസും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് വഴിയേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പൊ വെബ്സൈറ്റ് വഴിയും കോൾ വഴിയും മാത്രമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ആപ്പിലാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യാവുന്ന ഒരു ആപ്പിലേക്ക് വരുന്നുണ്ട്. നമ്മളൊരു ഡിസംബറിലേക്കൊക്കെ ആയിരിക്കും നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ആളുകൾ അധികം ആപ്പാണ് പെട്ടെന്ന് അല്ലെ. ഞാൻ നിങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഞാൻ വെബ്സൈറ്റ് കണ്ടത്. ആണല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ആപ്പ് എന്തായാലും വേണം. ഇപ്പൊ നമ്മൾ ഊബറിൽ പോലും നേരത്തെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാമല്ലോ. അതെ അതെ. പിക്കപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്ലാൻ ചെയ്ത് കളയുന്ന ട്രിപ്പ് ഉണ്ട്. ഇപ്പം ചേട്ടൻ എയർപോർട്ട് ആണെങ്കിൽ എന്തായാലും നിന്ന് ഇപ്പിലല്ലോ എയർപോർട്ടിൽ പോകുന്നത്. അതുപോലുള്ള ട്രിപ്പുകളാണ് ഞങ്ങൾ കൂടുതൽ. പിന്നെ ഇവന്റ്സിലേക്ക് വരുന്ന ലൈക്ക് കോൺഫറൻസസ് അങ്ങനെ വരുന്നവർക്ക്, കമ്പനീസിനേക്ക് വേണ്ടി അങ്ങനെയുള്ള ട്രിപ്സ് ആണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ റിയൽ ടൈം ട്രിപ്സ് അധികം ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് ആ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എയർപോർട്ട് ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വണ്ടി തിരിച്ചു വന്നിട്ട് ആ വണ്ടി വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യും. അപ്പം വീണ്ടും ആ വഴി തന്നെ വേറെ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാമത് വരുന്ന കസ്റ്റമറിന് ഞങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഒന്നും, ചിലപ്പം 2 ബോട്ടിൽ വെള്ളമായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിലൊരാളെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോട്ടിലല്ലേ ബാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം മേക്ക് ഷുവർ ചെയ്യും. അതുകൊണ്ട് ഒരു ട്രിപ്പ് എടുത്ത് വന്നാൽ അത് കഴിഞ്ഞു, പിന്നെ അടുത്ത ട്രിപ്പിന് പോകുന്ന വേറൊരു വണ്ടിയായിരിക്കും.
അപ്പൊ അങ്ങനെ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയൊരു ഫ്ലീറ്റ് ആയി കഴിഞ്ഞാലും നിലനിർത്താൻ പറ്റുമോ? എന്തായാലും നമ്മുടെ ഒരു ഹൈറാർക്കി അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോ 10 വണ്ടിക്ക് ഒരു സൂപ്പർവൈസർ എന്നുള്ള രീതിയിലാണ്, പിന്നെ 5 സൂപ്പർവൈസേഴ്സിന് ഒരു ഫ്ലീറ്റ് മാനേജർ, അങ്ങനെ ഒരു ഹൈറാർക്കി മോഡൽ. നമുക്ക് ക്ലീനിങ്ങിന് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ഇന്റേണലി നമ്മുടെ സോഫ്റ്റ്വെയറിനാണെങ്കിൽ സോഫ്റ്റ്വെയർ ടീം എല്ലാം ഇൻഹൗസ് ആണ്. ഞങ്ങൾ പുറത്തുനിന്ന് ലൈക്ക് ആകെ ടൈപ്പ് ഉള്ളത് ഈ ഡാഷ് ക്യാംസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി എല്ലാം നമ്മൾ ഇന്റേണലി ആണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി അഷുറൻസ് കിട്ടുള്ളൂ. ഇപ്പം വണ്ടി വാഷ് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മൾ നമ്മുടേതായ ലൈക്ക് ഒരു ഫെസിലിറ്റീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 30 വണ്ടി രാത്രി 30 സ്ഥലത്ത് ചാർജ് ചെയ്തോണ്ടിരിക്കും അല്ലേ? ഏകദേശം. അപ്പൊ ആ സമയത്തും ഡ്രൈവേഴ്സ് വണ്ടിയുടെ കൂടെ വേണം അല്ലേ? അതെ. അതൊക്കെ ഒരു വലിയ ചലഞ്ചാണല്ലേ? ഇപ്പൊ വലിയൊരു ചലഞ്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നാളെ ഒരു എന്താ പറയുക, നാളത്തേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു ബേബി സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ പറയാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വാഹനങ്ങളുടെ ഭാവി, അത് സ്ട്രോങ് ഹൈബ്രിഡ് ആണോ ഇലക്ട്രിക് ആണോ എന്നൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ഇലക്ട്രിക് തന്നെയാണ്. കാരണം ഇലക്ട്രിക്കിൻ്റെ രംഗത്ത് വലിയ പരീക്ഷണങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ട് എപ്പോഴും ഭാവി ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നിയേക്കാം കൊള്ളാമല്ലോ, ഇവരുടെ ഒരു ബിസിനസ് മോഡ് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നലുണ്ടായേക്കാം. അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ എന്താണ്, ഏത് തരത്തിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും, എങ്ങനെയാണ് സമീപിക്കേണ്ടത്? 2 രീതിയിലാണ് നമുക്ക് ഇപ്പോൾ ഹൗണ്ടുമായിട്ട് ഒരാൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് വെഹിക്കിൾസ് എടുത്ത് അവരുടെ ഓൺ നെയിമിലുള്ള വെഹിക്കിൾസ് ഞങ്ങൾ ലോങ് ടൈമിലേക്ക് ലീസ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പം ബൈച്ചേട്ടൻ വേണമെങ്കിൽ ഒരു 10 വണ്ടി ഞങ്ങൾക്ക് എടുത്തു തരാം. മന്ത്ലി ബേസിസിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യും. നമുക്കൊരു ലോങ് ടേം ഒരു 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള എഗ്രിമെന്റിൽ ഞങ്ങൾ വെഹിക്കിൾസ് നിങ്ങളിൽ നിന്ന് കയറും. കാരണം നമ്മുടെ ഏത് വണ്ടി തൊട്ടായിരിക്കും? സിട്രോൺസ് മുതലായിരിക്കും. കോമറ്റ് വരാൻ പറ്റില്ലല്ലോ. കോമറ്റ് വരാൻ പറ്റില്ല. ടാക്സി വണ്ടികൾ ആണല്ലേ? ടാക്സി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. അത് നിങ്ങൾ ചെയ്തോളൂ അതോ നമ്മൾ ചെയ്തു തരണം? ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാം. അല്ല, നിങ്ങൾക്ക് രജിസ്റ്റർ ഒരു കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ EV ആവുമ്പോൾ 40% ഡിപ്രിസിയേഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ GST ഇൻപുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ലോങ് ടേമിൽ ഒരു പ്രോഫിറ്റബിൾ തന്നെയാണ്. അതിന്റെ മെയിൻ്റെനൻസ് നിങ്ങളാണോ നോക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വെറ്റ് ലീസും എടുക്കുന്നുണ്ട്, ഡ്രൈ ലീസും എടുക്കുന്നുണ്ട്. ഡ്രൈ ലീസ് ആണെങ്കിൽ ഫുൾ അതിന്റെ മെയിൻ്റെനൻസ് പാർട്ട്, ഇൻഷുറൻസ് പാർട്ട് എല്ലാം ഞങ്ങൾ നോക്കും. വെറ്റ് ലീസ് ആണെങ്കിൽ ദ ഹോൾ പാർട്ട് അവർ നോക്കും. അപ്പം അതിന്റെ പേയ്മെന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മെയിൻ സർവീസ് കോസ്റ്റ് അങ്ങോട്ട് അവർക്ക് കൊടുക്കും. ആ രീതിയിലാണ്. ഇതിന് പിന്നെ വലിയ സർവീസ് കോസ്റ്റ് ഒന്നും അങ്ങനെ വരാനില്ലല്ലോ. അതെ, ടയർ മാത്രമാണ് ബുദ്ധിമുട്ട്. ടയറും ബ്രേക്ക് പാഡും ഒക്കെയാണ്. പിന്നെ AC എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ്. പിന്നെ അങ്ങനെ അല്ലാതെ വേറെ തരത്തിലാണ്. പിന്നെ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അത് നിങ്ങൾ ആരംഭിച്ചു? ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ആക്ച്വലി കൊച്ചിയിൽ ഒരു 3 ലാൻഡ് നമ്മൾ ഓൾറെഡി ലീസ് ചെയ്തു. ഒരു 1.5 ഏക്കറിലെ ലാൻഡാണ്. ഒരു വലിയൊരു ഹബ്ബാണ്. അത് കാക്കനാട് തന്നെയാണ്. അത് ആക്ച്വലി വലിയൊരു പ്രൊജക്റ്റ് ആണ്. നമ്മളൊരു 1.5 മെഗാവാട്ട് വെച്ചിട്ട് ഒരു അറ്റ് ദ സെയിം ടൈം ഒരു 100 ക്യാബ്സ് ചാർജ്. കാരണം കാക്കനാട് ഇൻഫോ പാർക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നും കാണുന്നത് ഒരു 2015-16 ബാംഗ്ലൂരാണ് കാക്കനാട്. നമ്മളൊരു 7 വർഷം പിറകെയാണ്. പക്ഷേ ഇവിടെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നിട്ടേക്കുന്നത്. അപ്പം അതില് നമ്മളിപ്പം ബാംഗ്ലൂർ ഇപ്പം നമ്മൾ ചെന്നിട്ട് 5 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അതെല്ലാം കൊച്ചിയിൽ ഇപ്പം ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊച്ചിയിൽ 48,000 പേരെങ്ങാണ്ട് അതിനകത്ത് 28,000 പേരെങ്ങാണ്ട് അതിനകത്ത് സീറ്റ്. എല്ലാ കമ്പനീസും എംപ്ലോയി ട്രാൻസ്പോർട്ട് 7 മണിക്ക് ശേഷം ഒരു എംപ്ലോയി സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കമ്പനി കൊടുക്കണമെന്നുള്ളത് ഓർഡറാണ്, സുപ്രീം കോർട്ട് ഓർഡറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ MNCs എന്തായാലും എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കും. ബൈ 2030 ഇവിടെയുള്ള ഒരു 50% വണ്ടികളും EV ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ 1000-1500 വണ്ടി ഓടുന്നുണ്ടായില്ല. ഒരു 750 വണ്ടി EV ആയിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാർക്കറ്റാണ്. ഇതിന് ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇന്നേ ബിൽഡ് ചെയ്യുക. ഇപ്പൊ ഞങ്ങൾ മാത്രം ചാർജ് ചെയ്യാനുള്ളതല്ല, ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ തന്നെയായിരിക്കും, ഒരു വലിയൊരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ തന്നെയായിരിക്കും ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം അതുപോലെ എയർപോർട്ട് സൈഡും ഫോക്കസ് ചെയ്തിട്ട് ഒരെണ്ണം, പിന്നെ എറണാകുളം സിറ്റി ഫോക്കസ് ചെയ്ത് വേറൊരു ഹബ്ബ്. അങ്ങനെ എറണാകുളത്ത് 3 ഹബ്ബാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വേണം ഒന്ന് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് വെഹിക്കിൾസ് ആഡ് ചെയ്യാനായിട്ട്. ശരിയാണ്. അപ്പൊ അങ്ങനെ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ ഈ പിന്നെ 3ാമത് ഒരെണ്ണമുണ്ട്. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഇക്വിറ്റി ഡീലർ ഇൻവെസ്റ്റ്മെന്റ്സും ഡെറ്റ് ഫണ്ടിങ്ങും എല്ലാം എടുക്കുന്നുണ്ട്. അത് സാധാ സ്റ്റാർട്ടപ്സ് എടുക്കുന്നത് പോലുള്ളത്. ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉദ്ദേശിച്ചോ. എങ്കിൽ പോലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും തോന്നാം ഇതിനൊരു വലിയ പോസിബിലിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഏത് തരത്തിൽ അഫിലിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്തായാലും ഗംഭീര ഒരു കാര്യമാണ് നിങ്ങൾ തുടങ്ങി വെച്ചത്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ തുടങ്ങേണ്ട ഒരു സമയത്താണ് നിങ്ങൾ കൃത്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ഒരു സഹായം ഇവർക്ക് വേണം. 2 ചെറുപ്പക്കാരാണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് ഇപ്പോൾ എയർപോർട്ടിൽ പോകുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് തിരിച്ച് പിക്ക് ചെയ്ത് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിനകത്ത് ഷെഡ്യൂൾ ചെയ്യാം. ഫ്ലൈറ്റിൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയാണ്. കാരണം ഇവരൊരു വലിയ കമ്പനിയൊന്നുമല്ല. അപ്പോൾ എത്രത്തോളം സേഫ് ആയിരിക്കും
ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചാന്നുള്ളതിന് ഉത്തരമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വഴിയിലായി പോകുന്നുള്ള പേടി കണ്ട്. അതായാലും ഇലക്ട്രിക് കാർ ആകുമ്പോൾ അങ്ങനെ പേടി കണ്ടു. എയർപോർട്ടിൽ പോകുന്ന വഴി ചേട്ടാ ചാർജ് തീർന്നു എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം വളരെ കൃത്യമായിരിക്കും. പിന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്ക് ഇലക്ട്രിക് കാറിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം, യാതൊരു സൗണ്ടും ഇല്ല, യാതൊരു പൊല്യൂഷനും ഇല്ല. നിങ്ങൾ വളരെ സുഖമായിട്ട് ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ എല്ലാ തരത്തിലും വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന വാഹനങ്ങളുമാണ്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. 30 വണ്ടികളിൽ നിന്ന് 3000 വണ്ടികളിലേക്ക് വളരട്ടെ. അപ്പോൾ ഇവർ ഇതുവരെ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മീഡിയയിൽ, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിലെനിക്കും ഒരു അഭിമാനമുണ്ട്, ഇവർ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇനി കൊച്ചിയിലൂടെ ഹൗണ്ട് മൊബിലിറ്റി എന്ന് പറഞ്ഞ് ഓടിപ്പോകുമ്പോഴത്തേക്ക് ഈ 2 മുഖങ്ങൾ ഓർത്ത് ഇവരാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ള ആളുകളെന്ന്. എന്നാൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ഇത് ഓടിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഡ്രൈവേഴ്സായിട്ട് വരാൻ. അങ്ങനെയുള്ളവരെ ഇപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്രയും അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം വെൽ മാനേഡ് ആയിട്ടുള്ള നല്ല ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ എന്താ പറയുക, ഓൾവേസ് വെൽക്കം. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷന്റെ കൂടെ ഒരു ലിങ്ക് കൂടെ തരാം, അതൊരു ഫില്ല് ചെയ്താൽ മതി. ഇവിടെ നിന്ന് എന്തായാലും കോൾ ബാക്ക്, കാരണം നമുക്ക് വെഹിക്കിൾസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. നല്ല ഡ്രൈവേഴ്സിന് ഇഷ്ടം പോലെ ഡ്രൈവേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്പറുകൾ, വിളിച്ചു ചോദിക്കാനുള്ള നമ്പരും അതുപോലെ ലിങ്കുകളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഹൗണ്ട് മൊബിലിറ്റിയുടെ ഭാഗമാകാൻ പറ്റുന്നവർക്ക് അതിന്റെ ഭാഗമാകാം, അല്ലാത്തവർക്ക് അതിൽ സഞ്ചരിക്കാം. ഭാഗമാകുകയാണല്ലോ, സഞ്ചരിക്കുന്ന ഭാഗമാകുകയാണ്. അതെ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് വൈചേട്ടാ, ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ ഇത് വീഡിയോ ചെയ്യാൻ വിളിച്ചതിന്. താങ്ക് യു.